ഖത്തറിൽ അണ്ടർ 17 ഫുട്ബോൾ ലോകകപ്പ് പുരോഗമിക്കുകയാണ്. സംഗതി 17 വയസ്സിന് താഴെയുള്ള കൗമാരക്കാരുടെ ഫുട്ബോൾ ആണെങ്കിലും ഖത്തറിനത് കുട്ടിക്കളിയല്ല. ഖത്തർ ആസ്പയർ സോണിൽ 9 വേദികളാണ് ഇതിന് ഒരുക്കിയിട്ടുള്ളത്. ഓരോ വേദിക്കും ഫുട്ബോൾ ഇതിഹാസങ്ങളുടെ പേര് നൽകിയിട്ടുണ്ട്. മൈതാനത്ത് പന്ത് തട്ടുന്നത് കൗമാരത്തുളപ്പുള്ള കുട്ടികളാണെങ്കിലും അണ്ടർ 17 ലോകകപ്പ് ഖത്തറിനൊരു കുട്ടിക്കളിയല്ല. അങ്ങേയറ്റം ശ്രദ്ധയോടെയും ആസൂത്രണത്തോടെയും സംഘടിപ്പിക്കുന്നതാണ് ഈ മേള. അതിന് വേദിയാകുന്നത് ദോഹയിലെ ആസ്പയർ സോൺ. അവിടെ 9 പച്ചപ്പുൽ മൈതാനങ്ങൾ. ഓരോ മൈതാനത്തിനും ഖത്തർ ഫുട്ബോൾ ഇതിഹാസങ്ങളുടെ പേര്. ടൂർണമെന്റിന്റെ പ്രാഥമിക ഘട്ടത്തിൽ ഒരു ദിവസം 2ഉം 3ഉമല്ല 9 മത്സരങ്ങളാണ് അരങ്ങേറിയത്. അതും നല്ല ഒന്നാം തരം സംഘാടനത്തിൽ കെങ്കേമമായി. ആ ആസൂത്രണ മികവിനെ സാക്ഷ്യപ്പെടുത്തുന്നു പോർച്ചുഗീസ് ആരാധികമാരായ എലിസബത്ത് റൈസും അന്നയും. It's another great organization. I think that the way they put these pitches together here at the Spire is quite impressive, right? Yes. We were just talking about that. Very nice the way they did it. ഇരുവർക്കും കേരളത്തിലെ ഫുട്ബോൾ ഭ്രാന്തിനെ കുറിച്ച് അറിയാം. എന്തിന്, പുള്ളാവൂർ പുഴയിൽ മലയാളി ആരാധകർ ക്രിസ്ത്യാനോയുടെ കൂറ്റൻ കട്ടൗട്ട് ഉയർത്തിയത് വരെ അറിയാം. We had so many fans from India. They were amazing. We had a huge group of fans from India that supported Portugal. They joined us in all the games, all celebrations, and it was amazing. So we really have a huge love for our fans from India. So actually a statue of Cristiano Ronaldo in Kerala. I was amazed. I saw it. We all saw it. It was a huge statue, very tall. We remember that very well. And our fans from India here, which are nowadays good friends of us, they shared a lot of videos from Kerala. It was really an exciting time. സംഘാടക മികവിനെ കുറിച്ച് മുൻ ഫ്രഞ്ച് ഫുട്ബോൾ താരം മൈക്കൽ സിൽവസ്റ്ററിനുമുണ്ട് ഏറെ പറയാൻ. The quality of the football is good. Everything is spotless. The organization, the setup, the infrastructure. For the VIPs like me, it's fantastic as well. So I think it's a great opportunity. The players have everything in their favor to just concentrate on the football and shine and take the best out of it. When the World Cup under 17 was awarded to Qatar, I was pleased because for me it's a win-win for everyone. I'm here to discover talent and enjoy the tournament like every other fans. ശരിക്കും ആരവങ്ങളല്ലേ ഒരു മൈതാനത്തിന് ജീവൻ കൊടുക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇടറി വീണുപോയെങ്കിലും ഖത്തറിൻ്റെയും ഇന്തോനേഷ്യയുടെയും ആരാധകർ തങ്ങളുടെ ടീമിന് വേണ്ടി ചങ്കു പൊട്ടി ആർത്തു വിളിച്ചത് മറക്കാനാകില്ല. അന്നാബികൾ എന്ന് വിളിക്കുന്ന ഖത്തറികളുടെ ചാൻഡുകൾ ഇപ്പോഴും കാതിൽ മുഴങ്ങുന്നു. ഇന്തോനേഷ്യയുടെ കളിവേളയിൽ കണ്ടത് മറ്റൊരു വൈബാണ്. അവർ ഹൃദയം പറിച്ചു വെച്ചാണ് ടീമിന് വേണ്ടി ഗാലറിയിൽ നിൽക്കുന്നതെന്ന് തോന്നി. യോഗ്യത നേടാതെ പുറത്തു പോയെങ്കിലും അവർ ആസ്പയറിൽ ഉണ്ടാക്കിയ ഓളം ഈ കൗമാര ലോകകപ്പിൻ്റെ ചരിത്രത്തിൽ മായാത്ത മുദ്രയായി തന്നെ നിൽക്കും. നാൽപ്പത്തിയെട്ട് ടീമുകൾ അണിനിരക്കുന്ന ആദ്യത്തെ അണ്ടർ 17 ലോകകപ്പായിരുന്നു ഇത്തവണത്തേത്. അതുകൊണ്ട് തന്നെ ഗോളിനും കുറവുണ്ടായില്ല. ഗ്രൂപ്പ് ഘട്ടത്തിൽ കുട്ടിത്താരങ്ങൾ വലകുലുക്കിയത് 250 തവണ. ടൂർണമെൻറ്റിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഗോൾമേള. ഇനി അവശേഷിക്കുന്നത് 32 ടീമുകൾ. അവസാന 16ലേക്ക് ആരൊക്കെ എന്നതിന് ഉത്തരം കിട്ടാൻ ദിവസങ്ങളുടെ ദൂരം മാത്രം.